Guys, good morning. Good morning. അപ്പം സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് സൺറൈസ് കാണാൻ പോകാം. ലെറ്റ്സ് ഗോ. ഇറങ്ങണം. 5:27 പെട്ടെന്ന് ഷടപടാന്ന് റെഡിയായി. ഞാനൊരു ബ്ലാക്കും ഒരു ഔട്ട്ഫിറ്റായിട്ട് ഇറങ്ങിയേക്കുവാണ്. രാവിലെകൾ കാണാത്ത ഞാൻ രാവിലെ കണ്ടിരിക്കുന്നു. ഞാനൊരു നൈറ്റ് പേഴ്സണാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എണീറ്റൊക്കെ പോകാൻ. പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഉപകാരമുണ്ട് എന്നറിഞ്ഞാൽ മാത്രമാണ് ഞാൻ എണീക്കുന്നത്. സോ കുറേ നാളെ ഇല്ലിക്കക്കല്ല് പോകണം എന്ന് വിചാരിക്കുന്നു. പക്ഷെ അപ്പോഴാണ് നടന്നത്. സോ ലെറ്റ്സ് ഗോ. എടുക്കാൻ വേണ്ടി ഒരാളങ്ങ് നടക്കുവാണ്. നമ്മൾ കാറ് വണ്ടി വേഗം സ്റ്റാർട്ടാക്കി നമുക്ക് പോകാം. രാവിലെ നമ്മൾ റബ്ബർ തോട്ടത്തിൽ പോവുകയാണ്. കോട വന്നേക്കുന്നത് ഇത് പുക പോലെ. എത്ര നേരം അവിടെ സൺസെറ്റ് സൺറൈസ് രണ്ട് സമയത്താണ്. രണ്ട് സ്പോട്ടുണ്ട്. നല്ല മഴ മൂടലുണ്ട്. സൺറൈസ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി താമസത്താണ്. ഏതായാലും നമുക്ക് സൺറൈസ് കാണാനുള്ള ഭാഗ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ നമുക്ക് നോക്കാം അവിടെ ചെന്നിട്ട് എന്തായിരിക്കും എന്ന്. നല്ല അടിപൊളി വ്യൂ ആണിത്. സ്ട്രെയിറ്റ് റോഡ്, അതിന്റെ സൈഡിൽ കൂടെ മരങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമല്ല കാണാനും. സൂര്യനുണ്ടെന്ന് തോന്നുന്നു. നോക്കി അവിടുന്ന് ഒരു റെഡിഷ് ഓറഞ്ച് കളർ. ഓ അടിപൊളി. നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്? മല കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് അയ്യോ കാണുന്നില്ലല്ലോ. ഓ മനസ്സിലായില്ലേ? ഇത് അവർ വീടിന്റെ ബാക്കിൽ കൂടെ പോകുന്നത്. ലോലിനുണ്ടോ? വാവ് എന്ത് രസമല്ലേ. ഡ്രിഫ്റ്റ് ഇവിടുന്ന് ഈ സൈഡിലോട്ട് കോട. ഇപ്പൊ എത്താറായി. ഒരു ഹെയർ പിന്നൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയി. എവിടെ നോക്കിയാലേ കാണാൻ വേണ്ടി പറ്റും കല്ല്. അതാണ് ഇല്ലിക്കക്കല്ല്. എന്ത് രസമാണ് നോക്കിയേ. ഫുൾ സിറ്റി കാണാം നമ്മുടെ ഡെസ്റ്റിനേഷനില്ല. ഓ മൈ ഗോഡ്. മാപ്പിൽ നോക്കിയിട്ട് ഭയങ്കര കുത്തനെയുള്ള ഹെയർ പിന്നാ വരാൻ പോകുന്നത് ഇനി അടുത്ത്. നോക്കമ്മി 500 meters you will arrive at your destination. താഴത്തെ കോട കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇത് കണ്ട് ഇനി എൻ പോയിന്റ് പോലെ തോന്നുന്നല്ലേ. റോഡിന്റെ എൻഡ് അവിടെ ഇതായിട്ട് വന്നേക്കുന്നത്. അതെ നേരെ ഇങ്ങ് പോയിക്കോ. അമ്മ അറിയിക്കോ കടയൊന്നും തുറക്കാത്ത. ഇവിടെ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു വന്നപ്പോ ചായക്കടയില്ല. റോഡിന് ചുറ്റും വ്യൂ പോയിന്റ് ആണ്. നല്ല രസമുണ്ട്. ആ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റില്ലായിട്ടിരിക്കുന്ന പോലെ അല്ലേ വെള്ളച്ചാട്ടം. അതെ ഇത് വലിയ വെള്ളച്ചാട്ടമാണ് അല്ലേ. ഇവിടെ വരെ ഷാള് മതി അത്രയൊക്കെ പോയാൽ മതി. തലമുടിയൊക്കെ അങ്ങ് പറക്കുന്നു. ഇവരൊക്കെ എന്താ താഴെ നടന്നു വരുന്നത്? ഇപ്പൊ താഴെ ഇട്ടാണോ? താഴെ വണ്ടിയിട്ടൊക്കെ വെക്കുന്നത്. ബുള്ളറ്റ് കയറി വരുന്നത് ഈ ഒരു നമ്മുടെ കാർ നമ്മുടെ വ്യൂ പോയിന്റ് ഇവിടെ പാർക്ക് ചെയ്തേക്കാണ്. ദിസ് കാർ ഈ ഒരു കോടയ്ക്ക് ചേരുന്നൊരു വൈബുള്ള കാറാണ് കേട്ടോ ഇത്. നമ്മൾ പകുതി വരെ എത്തിയുള്ളൂ. പക്ഷെ എന്നാലും പകുതി വരെ എത്തിയ വ്യൂ പോയിന്റ് അടിപൊളിയാട്ടോ. ഞാൻ ഇവിടെ ഷാളൊക്കെ നല്ലോട്ട് പറക്കുന്നു. അമ്മ എനിക്ക് സംസാരിക്കാൻ വയ്യ. അത് ഇരുന്നായിരിക്കും അവിടെ മടുത്തിട്ട്.
ഓ അടിപൊളിയല്ലേ, എന്ത് രസമല്ല ആണ്. അമ്മി എന്തിയേ? കാടിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓ മൈ ഗോഡ്. ഇല്ലിക്കക്കല്ലെന്ന് പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് സിറ്റുവേറ്റ് ചെയ്തത്. എനിക്കൊന്ന് 3 കല്ല് കൂടിയതാണ്. അവിടെ സൂം ചെയ്ത് കാണിക്കുക. 3 കല്ല് കൂടിയ ഒരു പാറക്കല്ലാണ് ഇല്ലിക്കക്കല്ലെന്ന് പറയുന്നത്. ആക്ച്വലി 4000 ഫീറ്റ് ഉയരത്തിലാണ് ഇത് സീ ലെവലിൻ്റെ ഉള്ളത്. മാത്രമല്ല മഷ്റൂം ഷേപ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഉള്ള എനിക്ക് മുകളിലൊന്നും കാണാൻ പറ്റുന്നില്ല. കല്ലേ നല്ല കോട കയറിക്കൊണ്ടിരിക്കുക. മുകളിലെത്തിയിട്ടും കുറച്ച് ഫോട്ടോയ്ക്ക് കുറവുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുക. ഇതെങ്ങനെ ഇറങ്ങിപ്പോകുന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. മതി ഫോട്ടോ എടുത്ത് വാ. കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റി ഫുള്ള് കാണാം. വൈറ്റ് ആയിട്ട്. ഇപ്പം ചെറുതായിട്ട് മഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ സിറ്റി ഇങ്ങനെ കാണാം. പൊടി പോലെ വരെ കയറിയിട്ടും അടുത്തേ വേണ്ട. ഇനി പ്രചോദനം കൊടുക്കരുത്. കയറിപ്പോയാ ഉണ്ടല്ലോ എന്നെ കയറും. ഇവന്മാരുള്ളോണ്ടാട്ടോ പോയത്. ഇങ്ങിൻ്റെ മല ദൂരേന്ന് കാണുന്നത് എന്താ അടി. നമ്മളങ്ങനെ തിരിച്ചിറങ്ങാൻ പോവാണല്ലേ. ഇനിയാണ് ടഫായിട്ടുള്ളത്. മൊത്തം കല്ലുകളും കാര്യങ്ങളും. കയറുമ്പോൾ കുഴപ്പമില്ല, ഇറങ്ങുമ്പോൾ ഉരുണ്ടടിച്ച് താഴോട്ടൊക്കെ പോകും നേരിട്ട്. അടിപൊളി. നല്ല കാറ്റും നല്ല രാവിലെ, കുറച്ചുകൂടെ രാവിലെ വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നല്ല കാറ്റും പലകളും എല്ലാം ഇടയിൽ നല്ല രസമാണ്. സൺറൈസ് കാണാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു മഞ്ഞ് കിട്ടി. കാണാൻ പറ്റില്ല. രാവിലെ നല്ല എണീറ്റേന്റെ ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക്. നല്ല കോട കാണണം, കല്ല് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മി പണ്ട് സ്കൂളിൽ പോയിരിക്കുന്നതിന്റെ കഥ എങ്ങനെയാ? കല്ലും മണ്ണും ഒക്കെ കയറി, മലയും കല്ലും ഒക്കെ കയറിയാ പോയത്. ആണോ അമ്മി? സ്കൂളിൽ പോയത് അങ്ങനെയാണോ? പണ്ടത്തെ വീരവനിതയാണ്. എല്ലാവരും അടുത്ത് ഇരിക്കുവാണ്, ചത്തെല്ലാരും. ഓ മൈ ഗോഡ്. അമ്മി അവരുമായിട്ട് പോയി കമ്മി പോകണം. അവരുടെ കൂടെ കയറി അമ്മ. അതുകൊണ്ട് ഇറങ്ങിപ്പോന്നു. അമ്മീ ദുർഘടം പിടിച്ച വഴി. കാട്ടി ആദ്യം എത്തി അങ്ങ് ഇരിക്കുക മിടുക്കിയായിട്ട്. ഗതിയിലേക്ക് നോക്കി നിൽക്കുന്ന അമ്മി. താഴത്തെ ചായക്കടകളൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ചൂട് ചായ കുടിച്ച് നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാം. ഒരു കോട ഒരു മൗണ്ടെയിൻ പോലെ ഒരു ലെയർ പോലെ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ടോ? അടിപൊളി കേട്ടോ. മൂവ് ചെയ്യുകയും ചെയ്യും, പക്ഷെ അതൊരു ലെയർ പോലെ കട്ടിയായിട്ടുള്ള അത്രയും ഭാഗം. ഓ വാവ്. പോകുമ്പോഴത്തേക്കും നല്ല രസമാണ്. വിത്ത് കട്ടും കാപ്പി. അടിപൊളി മാഗി വന്നിട്ടുണ്ട്. നല്ല തണുപ്പില്ല, നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പിലാണ്. ചൂട് സാധനം കഴിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനും നല്ല സുഖമാണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയല്ലേ? പോയിന്റ് കാണാൻ വേണ്ടി നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. അവിടെ നല്ലൊരു വ്യൂ കിട്ടുമല്ലോ നമ്മുടെ വണ്ടിയുടെ. മല ഫുള്ള് കാണുന്നു, പല ഓരോരോ ലെയർ ആയിട്ട് നല്ല ഭംഗിയല്ലേ? എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മിയായിരുന്നു ഇപ്രാവശ്യം മുന്നില്. നല്ല ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. അതെ, നമ്മളൊരു ബ്രീത്ത് ഒക്കെ ഒന്ന് നേരെ ആയ പോലെ പെട്ടെന്നേ. അതെ, നമുക്കൊന്ന് അത്രയും കേറിയൊക്കെ പോയപ്പോ അടിപൊളിയായി. പോസിറ്റീവ് വൈബ്. ഇറങ്ങുമ്പോഴും അതേപോലെ തന്നെയാണ്. പിന്നെ നീട്ട് ഞങ്ങളൊരു മാഗിയും ചായയൊക്കെ കുടിച്ചപ്പോഴത്തേക്കൊരു ഭംഗി. നമ്മൾ ഇനി എന്തേലും ഒരു അടുത്തൊരു രാവിലെ ഫുഡ് കഴിച്ചില്ല, അപ്പം മെയിനായിട്ട് ഫുഡ് കഴിച്ചില്ല. ഇപ്പൊ ഒരു ചെറിയ രീതിയിൽ ഫുഡ് കഴിച്ചു. ഇനി എവിടെയെങ്കിലും ഒരു വെജ് സ്പോട്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന്റെ മുകളിലാണ് അമ്മി പോയത്. കേരളത്തിലായിരുന്നോ? പിള്ളേര് തിരിച്ചിറങ്ങി. ശരിക്കും പറഞ്ഞാല് രാവിലെ ആയിരുന്നു നല്ലത്. രാത്രി ആകുമ്പോഴേ പകുതി കയറി പോയിട്ട് തിരിച്ചു പിന്നെ മാത്രമല്ല രാവിലെ വരുന്ന നല്ല ബെസ്റ്റ് ടൈം. ആക്ച്വലി ഏറ്റവും നേരത്തെ വരാണ് അത്ര നല്ലത്. കോട
നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. മൂന്നാറ് നമ്മള് റിസോർട്ടിലാണ്. ശരവണ ഭവനിൽ പോയി ചായയും ദോശയും പൂരിയെല്ലാം കഴിക്കാം. ഉറങ്ങാത്തതിന്റെ ക്ഷീണമാണ് കണ്ണില്. നല്ല അടിപൊളി നെയ്റോസ് കിട്ടുന്നവർക്ക് നല്ല ചൂട് ഭയങ്കരമായിട്ട് ക്രഞ്ചിയ ഒരു നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ചെറിയൊരു യാത്രയാണെങ്കിലും നല്ലൊരു യാത്രയായിരുന്നു ഇന്നത്തെ. അപ്പം മനസ്സിനൊക്കെ നല്ലൊരു പ്ലസന്റ് ഫീൽ ഉള്ളതാണ്. അപ്പം ഇതുപോലത്തെ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.